എ ബി ഇസ് ഈക്വൽ ടു സി. ഇതിൽ ഫസ്റ്റ് മെട്രിക്സിൽ എക്ക് ഉണ്ടാകുന്ന റോ വൈസ് ട്രാൻസ്ഫോർമേഷൻസ് സിയെ അഫക്റ്റ് ചെയ്യും. സിമിലർ ട്രാൻസ്ഫോർമേഷൻസ് സിക്ക് ഉണ്ടാവും. അതുപോലെ ബിക്ക് കൊടുക്കുന്ന കോളം വൈസ് ട്രാൻസ്ഫോർമേഷൻസ് സിയിൽ സിമിലർ ട്രാൻസ്ഫോർമേഷൻ സിമിലർ ചേഞ്ചസ് ഉണ്ടാവും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപയോഗിച്ച് നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാം. എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി റോ ബേസ് ട്രാൻസ്ഫോർമേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തന്നിരിക്കുന്ന മെട്രിക്സിന് എ എന്ന് കൊടുക്കുന്നു. 1 2 2 -1. റോ ബേസ് ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ എഴുതും. എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു. എന്നിട്ട് ഇവിടെ നമുക്ക് എക്ക് റോ വൈസ് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്ത് എ എന്നുള്ളത് ഐ ആക്കി മാറ്റും. ഐഡൻറ്റിറ്റിയിൽ മെട്രിക്സ് ആക്കി മാറ്റും. സിമിലർ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് ഈ ഫസ്റ്റ് ഐക്ക് അപ്ലൈ ചെയ്യാം. ഈ ഐ അവസാനം ഒരു മെട്രിക്സ് ആയിട്ട് മാറും. സിമിലർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് ബി ഒരു ഐ എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് ആയിട്ട് മാറും ബി. എക്ക് നമ്മൾ ട്രാൻസ്ഫോർമേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല, അത് ബി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഐ എന്നുള്ള റിലേഷനിൽ എക്ക് കൊടുക്കുന്ന എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ സിമിലർ ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഡക്റ്റിലെ ഐക്ക് ഫസ്റ്റ് ഐക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സിന് കൊടുക്കുന്നു. നമുക്ക് എ ഈസ് ഈക്വൽ ടു ഐ എന്ന് എഴുതാമെന്നറിയാം. ഏതൊരു മെട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ കിട്ടുമെന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ എ ഈസ് ഈക്വൽ ടു ഐ എന്ന് എഴുതിയത്. എക്ക് കൊടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഐക്കും കൊടുക്കുന്നു. അപ്പോൾ എക്ക് കൊടുക്കുന്ന ചേഞ്ചസ് എല്ലാം അവസാനം അത് ഐ ആയിട്ട് മാറുന്നു. ഐ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷൻസാണ് എയിൽ അപ്ലൈ ചെയ്യേണ്ടത്. സിമിലർ ട്രാൻസ്ഫോർമേഷൻസ് ഐക്ക് കൊടുത്താൽ അവസാനം ഐ എന്നുള്ളത് മറ്റൊരു മെട്രിക്സ് ബി ആയിട്ട് മാറുന്നു. ഇപ്പോൾ ബി ഇൻറ്റു എ എന്ന് കിട്ടും. ഐ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. നമുക്കറിയാം എനി മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിക്സസ്. ദെൻ എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി ആൻഡ് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ആയിരിക്കും. ബി എന്ന ഇൻവെർട്ടബിൾ മെട്രിക്സ് ആണെങ്കിൽ ബി എന്നുള്ളത് എയുടെ ഇൻവേഴ്സ് ആയിരിക്കും. ദറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഓർ ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് എഴുതാം. ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. തിരിച്ചതേപോലെ എയുടെ ഇൻവേഴ്സും ആയിരിക്കും ബിയുടെ ഇൻവേഴ്സും ആയിരിക്കും. ബി എ ഈസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടും. അപ്പോൾ റോ വൈസ് ട്രാൻസ്ഫോർമേഷനാണ് കൊടുക്കുന്നതെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഐ എന്ന് എഴുതണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നതെന്നൊക്കെ അറിയാം. എക്ക് അതായത് എ ഈസ് ഈക്വൽ ടു ഐ എ നമുക്കിതിൻ്റെ പ്രോഡക്റ്റിൽ എടുക്കുന്നത് ഐ എ എന്നുള്ളതിൻ്റെ പ്രോഡക്റ്റിൽ എന്നുള്ള പ്രോഡക്റ്റിൽ ഈ പ്രോഡക്റ്റ് കാണാൻ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയാണ് എടുക്കുന്നത്. റോ എടുത്താണ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് മെട്രിക്സിൽ ഈ ഐക്ക് കൊടുക്കുന്ന റോ വൈസ് ട്രാൻസ്ഫോർമേഷൻ എല്ലാം എ അഫക്റ്റ് ചെയ്യുന്നത്. എയുടെ റോ വൈസ് ചേഞ്ചസ് വരുന്നത്. ഇനി കോളം വൈസ് ട്രാൻസ്ഫോർമേഷനാണ് എടുക്കുന്നതെങ്കിൽ എ ഈസ് ഈക്വൽ ടു എ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ ഈസ് ഈക്വൽ ടു എ ഐ. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ നമുക്ക് എക്ക് കൊടുക്കുന്ന കോളം വൈസ് ട്രാൻസ്ഫോർമേഷനെല്ലാം ഐക്ക് കൊടുക്കുക. അപ്പോൾ എ എന്നുള്ളത് ഐ ആയിട്ട് മാറുന്നു. എ ഇൻറ്റു ഐ എന്നുള്ളത് ബി ആയിട്ട് മാറും. ദെൻ ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ. അത് നമുക്കറിയാം. ഇവിടെ സെക്കൻഡ് മെട്രിക്സ് ആണ് ഐ. ഇപ്പോൾ പ്രോഡക്റ്റിലെ സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളമാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ കോളം വൈസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത്. അത് പ്രോഡക്റ്റിൻ്റെ കോളത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മെട്രിക്സ് ആണ് ഐ എങ്കിൽ നമ്മൾ റോ വൈസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കുക. കോളം വൈസ് ട്രാൻസ്ഫോർമേഷനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് മെട്രിക്സ് ആയിട്ട് ഐ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം റോ വൈസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു.
എ ഇസിക്കൽ ടു ഐ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ ഇസിക്കൽ ടു ഐ എ എന്നുള്ള ഐഡൻറ്റിറ്റി നമ്മൾ എടുക്കുന്നു. എ ഇസിക്കൽ ടു ഐ എ. ദെൻ എ എന്നുള്ളത് ഗിവൺ മാട്രിക്സ് 1 2 2 -1. ദെൻ ഐ എന്നുള്ള മെട്രിക്സ് 1 0 0 1 നമുക്കറിയാം. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 ഇൻറ്റു എ തന്നിരിക്കുന്ന എ ഇസിക്കൽ ടു ഐ ഇൻറ്റു എ എന്നുള്ള മെട്രിക്സ് ഫോമിൽ എഴുതി. ഇതിന് നമ്മൾ ഈ ലാസ്റ്റ് എക്ക് ചേഞ്ചസ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് എ അതുപോലെ എഴുതി. നമ്മൾ ഓരോന്നും ചേഞ്ചസ് എങ്ങനെ കൊടുക്കണമെന്ന് നോക്കുക. ഇവിടെ നമ്മളിത് ഫസ്റ്റ് മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റോ വൈസ് ട്രാൻസ്ഫോർമേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കാൻ ഫസ്റ്റ് എലിമെൻ്റ് ആദ്യം യൂണിറ്റി ആക്കണം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെൻ്റ് യൂണിറ്റി ആക്കണം, 1 ആക്കണം. ഇവിടെ 1 ആണ്. അതുകൊണ്ട് ഇനി നമുക്ക് അവിടെ ചേഞ്ചസ് വരുത്തണ്ട. അല്ലെങ്കിൽ ഇവിടെ 1 അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും റോ വൈസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് 1 ഈ പൊസിഷൻ 1 ആക്കി മാറ്റണം. സിമിലർ ചേഞ്ച് ഇവിടെയും വരുത്തണം. സിമിലർ ട്രാൻസ്ഫോർമേഷൻ ഈ ഫസ്റ്റ് റോയിലും അപ്ലൈ ചെയ്യണം. ഇപ്പോൾ റോ വൈസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് ഇവിടെ 1 ആക്കി 1 ആയതുകൊണ്ട് നമുക്കത് വേണ്ട. ഇനിയും ചെയ്യേണ്ടത് ഫസ്റ്റ് എലിമെൻറ്റ് 1 കിട്ടിക്കഴിഞ്ഞാൽ ആ 1 കിടക്കുന്ന കോളത്തിലെ മറ്റ് എലിമെൻറ്റ്സ് എല്ലാം 0 ആക്കി മാറ്റണം. ഇവിടെ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ആ കോളത്തിൽ ഒരു എലിമെൻറ്റ് കൂടിയുള്ളൂ, അതായത് ഈ 2. അതിനെ നമുക്ക് 0 ആക്കണം. അതിന് ഏതെങ്കിലും റോ വൈസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. സിമിലർ ട്രാൻസ്ഫോർമേഷൻ ഇവിടെയും കൊടുക്കണം. നമുക്ക് എന്ത് കൊടുത്താൽ നമുക്ക് ഈ 2 0 ആവും? റോ വൈസ് ട്രാൻസ്ഫോർമേഷൻ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. റോസ് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഒരു റോയെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ, ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ ഒരു നോൺ സീറോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ഒരു റോയുടെ കൂടെ മറ്റൊരു റോയുടെ നോൺ സീറോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തപോലെ തന്നെ ഡിവൈഡ് ചെയ്യാം. നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിവിഷന് തുല്യമാണ്. അപ്പോൾ ഇതിവിടെ നമുക്ക് ഈ 2 0 ആക്കാൻ 1ൻ്റെ ടോയ്സ് ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. 1ൻ്റെ 2 ടൈംസ് ഈ 2ൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. അതായത് 2ൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് റോയിൻ്റെ 2 ടൈംസ് സെക്കൻഡ് റോയിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. നമുക്കിങ്ങനെ എഴുതാം. സ്റ്റെപ്പ് റൂൾ ഇങ്ങനെ എഴുതാം. R2 ചേഞ്ചസ് ടു R2 - 2 R1. എന്ത് കിട്ടുമെന്ന് നോക്കി. ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല, 1 2. സെക്കൻഡ് റോ 2 - 2 ടൈംസ് 1, that is 0. Then -1 - 2 times 2, -1 - 4, that is -5. That is equal to, സിമിലർ ചേഞ്ച് ഇവിടെ വരുത്തുന്നു. R2 ചേഞ്ചസ് ടു, ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല, 1 0 0 - 2 times 1, 0 - 2 -2, 1 - 2 times 0, that is 1 itself, into. ഇപ്പോൾ കിട്ടിയ റിലേഷൻ ഇങ്ങനെയാണ്. മെട്രിക്സ് ഇക്വേഷൻ 1 2 0 -5 is equal to matrix 1 0 - 2 1 into A. Then വീണ്ടും ഇവിടെ 0 കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഈ ഡയഗണൽ പൊസിഷനിൽ കിടക്കുന്ന അടുത്ത എലിമെൻറ്റ് 1 ആക്കണം. അടുത്ത എലിമെൻ്റ് എന്ന് പറയുന്നത് -5 ആണ്. ഈ -5 1 ആക്കാൻ ഏത് റോ വൈസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം? പെട്ടെന്ന് ചെയ്യാവുന്ന നമുക്ക് ഈ റോയെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സെക്കൻഡ് റോയെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഓർ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതിവിടെ എഴുതുന്നു. ദറ്റ് ഈസ് R2 ചേഞ്ചസ് ടു -1/5 R2, ഓർ R2 by -5. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സ് ഇങ്ങനെയായിട്ട് മാറും. ഫസ്റ്റ് 1 2 0 1. റൈറ്റ് സൈഡ് ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല, 1 0
-2 into -1/5, that is 2/5. Minus cancel ആയി 2/5. Then 1 into -1/5, -1/5 into. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഡയഗണൽ എലിമെൻറ്റ്സ് 1 ആയി. ഇനി അധികമായിട്ട് ഇവിടെ വരുന്ന ഒരു 2 ആണ്. അതായത് ഈ 1 ഉൾപ്പെടുന്ന കോളത്തിലെ മറ്റ് എലിമെൻറ്റ്സ് 0 ആക്കണം. അതായത് ഈ 2 0 ആക്കണം. അതിന് നമുക്ക് ചെയ്യാവുന്നത് ഫസ്റ്റ് റോയിൽ നിന്നും സെക്കൻഡ് റോയുടെ 2 ടൈംസ് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. That is R1 minus R1 changes to R1 minus 2 times R2. R1 tends to R1 minus 2 times R2. That is, first matrix 1 minus 0, 1, 2 minus 2 times 1, 0, 0, 1. റൈറ്റ് സൈഡ് അതേപോലെ ഫസ്റ്റ് റോയ്ക്കാണ് ചേഞ്ച് വരുന്നത്. 1 minus 2 times 2/5, 1 minus 4/5, that is 1/5. 0 minus 2 times -1/5, 0 minus 2/5, that is 2/5. Again 2/5, സെക്കൻഡ് റോയ്ക്ക് മാറ്റമില്ല, -1/5 ഇൻറ്റു. ഇപ്പോൾ കിട്ടിയ ഫൈനൽ റിസൾട്ട് നോക്കുക. മെട്രിക്സ് 1 0 0 1, that is I is equal to this matrix into A. That is this matrix B എന്ന് കൊടുക്കാം. 1/5 matrix 1/5, 2/5, 2/5, -1/5. Then this B is the inverse of A. That is A inverse is equal to matrix 1/5, 2/5, 2/5, -1/5. ഇതുപോലെ നമുക്ക് റോ ബേസ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കോളം വൈസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തും നമുക്കൊരു ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാം. അതെങ്ങനെയാണെന്ന് നോക്കാം. കോളം വൈസ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് നമുക്ക് എയുടെ ഇൻവേഴ്സ് കാണാം. ഇവിടെ നമ്മൾ എ ഈസ് ഈക്വൽ ടു IA എന്ന് എഴുതുന്നതിന് പകരം A is equal to AI എന്ന് എഴുതും. A is equal to A into I. Then applying column wise transformation on A matrix A and this I. Matrix എഴുതുന്ന മെട്രിക്സിക്കേഷൻ A 1 2 2 minus 1 is equal to A into 1 0 0 1. ഈ ഇക്വേഷൻ തന്നെയാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഈ എയ്ക്ക് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, അതുകൊണ്ട് എ അതുപോലെ എഴുതി. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോളം വൈസ് ട്രാൻസ്ഫോർമേഷൻ നോക്കുക. ഇവിടെയും ഡയഗണൽ എലിമെൻറ്റ്സ് ആണ് ആദ്യം 1 ആക്കേണ്ടത്. ഡയഗണൽ എലിമെൻറ്റ്സ് ഓരോന്നും 1 ആക്കുന്നു. അതുൾപ്പെടുന്ന നേരത്തെ നമ്മൾ കോളത്തിലെ എലിമെൻറ്റ്സ് 0 ആക്കി. ഇവിടെ 1 ഉൾപ്പെടുന്ന റോയിലെ എലിമെൻറ്റ്സ് ബാക്കിയെല്ലാം 0 ആക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് 1 ആണ്, അതുകൊണ്ട് അവിടെ മാറ്റമില്ല. ഇനി 1 ഈ ഫസ്റ്റ് റോയിലെ ഈ മറ്റ് എലിമെൻറ്റ് ബാക്കിയുള്ള എലിമെൻറ്റ്സ് ഇവിടെ 2 ആണ്. ആ 2ൻ്റെ പൊസിഷൻ 0 ആണ്. അതിന് നമ്മൾ ഏത് കോളം വൈസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം? കോളം ഓപ്പറേഷൻ ഇവിടെ 1ൻ്റെ 2 ടൈംസ് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ആ കോളത്തിൽ കംപ്ലീറ്റ് ചെയ്യണം. സെക്കൻഡ് കോളം മാറ്റണം C2 minus 2 times C1. ഈ സെക്കൻഡ് കോളം, അതായത് ഇവിടെ ഈ എലിമെൻറ്റ് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഈ കോളം കംപ്ലീറ്റ് ചെയ്യണം കോളം വൈസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട്. അപ്പം 2 minus 2 times 1, അതേപോലെ -1 minus 2 times this 2. അപ്പോൾ മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോളം അതുപോലെ എഴുതി. അപ്പോൾ ഇവിടെ കോളം ആദ്യം എഴുതണം. then 2 minus 2 times 1 0. then -1 minus 4,
2 times 2, 4. -1 minus 4, -5. is equal to A into ഫസ്റ്റ് കോളത്തിന് മാറ്റമില്ല ഇവിടെയും റൈറ്റ് സൈഡ് 2 times C2, 0 minus 2 times C1, 0 minus 2, minus 2. 1 minus 2 times 0. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി നമ്മളിവിടെ 0 ആയിക്കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് ഈ എലിമെൻറ്റ് 1 ആക്കണം. ഡയഗണലിലെ -5 എന്നുള്ള എലിമെൻറ്റ് 1 ആക്കണം. അതിന് ഈ കോളത്തിനെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഓർ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം C2 ചേഞ്ചസ് ടു -1/5 C2. ഫസ്റ്റ് കോളത്തിന് മാറ്റമില്ല, 1 2 0 ഇവിടെ 1 ആവും. A ഇൻറ്റു ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് ഇല്ല, 1 0. -2നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇറ്റ് ഈസ് 2/5. then 1 into -1/5 -1/5. then 1 0 ഇവിടെയും 1 കിട്ടി. ഇനി നമുക്കത് ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവാൻ ഈ 2 0 ആക്കണം. ഇപ്പോൾ കോളം വൈസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം ഈ 2 ആക്കാൻ ഈ 1ൻ്റെ 2 ടൈംസ് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അത് ആ കോളം കംപ്ലീറ്റ് ചെയ്യുന്നു. C1 changes to C1 minus 2 C2. That is 1 0 0 1. A into ഫസ്റ്റ് കോളത്തിനാണ് ഇവിടെ ചേഞ്ച് കൊടുക്കുന്നത്. C1 1 minus 2 times 2/5, 1 minus 4/5. That is 1 minus 4/5 നമുക്കറിയാം, 1 minus 4/5. 5/5 ആണ് 1, 5/5 minus 4/5, 1/5. That is 1/5. Again 0 minus 2 times -1/5. അപ്പം 0 minus of -2/5. That is +2/5. സെക്കൻഡ് കോളത്തിന് ചേഞ്ച് ഇല്ല, 2/5 -1/5. ലെഫ്റ്റ് സൈഡ് നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. റൈറ്റ് സൈഡ് അപ്പോൾ കിട്ടിയ റൈറ്റ് സൈഡിലെ മെട്രിക്സ്, ഇറ്റ് ഈസ് A into B. Here this B is the inverse of A. That is A inverse is equal to 1/5, 2/5, 2/5 -1/5. അപ്പോൾ ഇതുപോലെ നമുക്ക് 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എലിമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഇത് പഠിക്കുക.